ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു ആസൂത്രിത ആക്രമണത്തിൽ ലെബനോണിൽ ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. സ്ഫോടനങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 32 പേരെങ്കിലും കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലോകം കണ്ടതിൽ തന്നെ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ആക്രമണ തന്ത്രമായിരുന്നു അത്. ഇപ്പോൾ അതിന് പകരമെന്നോണം ഹിസ്ബുള്ള സ്വന്തമായി കണ്ടെത്തിയ ഒരു ആയുധം നിശബ്ദമായി ഇസ്രായേലികളുടെ ജീവനെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചെറിയ ഭാരമുള്ളതും എന്നാൽ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിവുള്ളതുമായ ഒരു ഫൈബർ ഒപ്റ്റിക് ക്വാഡ്കോപ്റ്റർ ഡ്രോണാണ് ആയുധം. വയർലെസ് സിഗ്നലുകളെ ആശ്രയിക്കുന്ന സാധാരണ ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ ഒരു ഫിസിക്കൽ കേബിൾ വഴിയാണ് അതിന്റെ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. റേഡിയോ സിഗ്നലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആധുനിക ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് തടയുവാനോ ഭേദിക്കുവാനോ അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനോ പോലും സാധിക്കുകയില്ല. ഡ്രോണിനെ അതിന്റെ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിക്കുന്ന കേബിളിന് ഏകദേശം 15 കിലോമീറ്റർ വരെ നീളം ഉണ്ടാകുമെന്ന് CNN സംസാരിച്ച ഇസ്രായേലി സൈനിക നേതാക്കൾ പറയുന്നു. കേബിൾ വളരെ നേർത്തതും ഭാരം കുറഞ്ഞതുമായതിനാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ കഴിയില്ല. ഇത് ഓപ്പറേറ്റർക്ക് അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ആക്രമണ ദൃശ്യങ്ങൾ കൃത്യമായി കാണുന്നതിനും സഹായകമാകും. ഞായറാഴ്ച ഹിസ്ബുള്ള ഈ ഡ്രോണുകളിൽ ഒന്നിന്റെ പ്രവർത്തനം കാണിക്കുന്ന ഒരു വീഡിയോയും പുറത്തിറക്കിയിരുന്നു. വീഡിയോയിൽ ഡ്രോൺ ആക്രമണത്തിന് മുമ്പ് ആക്രമണത്തെക്കുറിച്ച് സൈനികർക്ക് യാതൊരു മുന്നറിയിപ്പും കിട്ടിയിരുന്നില്ല എന്നതും കാണാം. ആക്രമണത്തിൽ 19-കാരനായ സർജൻ ഇഡാൻ ഫ്രൂക്സ് കൊല്ലപ്പെട്ടതായും മറ്റ് നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരുന്നു. പരിക്കേറ്റവരെ ഒഴിപ്പിക്കാൻ ഒരു രക്ഷാ ഹെലികോപ്റ്റർ എത്തിയ സമയത്തും ഹിസ്ബുള്ള അതിനു നേരെയും കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഹിസ്ബുള്ള താവളങ്ങൾക്ക് സമീപമുള്ള ദക്ഷിണ ലെബനോണിലെയും വടക്കൻ ഇസ്രായേലിന്റെയും സൈനികരെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഈ അദൃശ്യ ആക്രമണം ചെറുക്കാൻ പാടുപെടുകയാണ് ഇസ്രായേൽ. ഡ്രോണുകളെ തടയാൻ വലകളും മറ്റ് തടസ്സങ്ങളും തീർത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നത്. ഉക്രൈനിലാണ് റഷ്യ ആദ്യമായി ഇത്തരം ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ പരീക്ഷിച്ചത്. ഡ്രോണിന്റെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റഷ്യയാണ് ഈ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിച്ചെടുത്തത്. ചൈനയിൽ നിന്നോ ഇറാനിൽ നിന്നോ ലഭിക്കുന്ന ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചാണ് ഹിസ്ബുള്ള ഇത് നിർമ്മിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം അദൃശ്യ ആയുധങ്ങളെ തടയാൻ അതിർത്തിയിൽ വലിയ വലകളും മറ്റ് തടസ്സങ്ങളും സ്ഥാപിക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവ പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ ഈ നൂതന മാറ്റം പശ്ചിമേഷ്യൻ യുദ്ധമുഖത്ത് ഇസ്രായേലിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്.